നമസ്കാരം. ലോകത്തിലെ ഏറ്റവും ഗുണമേന്മയുള്ള മാണിക്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് മ്യാൻമർ. പ്രത്യേകിച്ച് മൊഗോക് എന്ന പ്രദേശം രത്നങ്ങളുടെ താഴ്വര എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ നിന്നാണ് ഇപ്പോൾ ലോകത്തെ രണ്ടാമത്തെ വലിയ മാണിക്യം കണ്ടെടുത്തിരിക്കുന്നത്. ഇതിനു മുമ്പും ഇത്രയും വലിയ മാണിക്യങ്ങൾ ചരിത്രരേഖകളിൽ വളരെ കുറച്ചു മാത്രമേ ഇടം പിടിച്ചിട്ടുള്ളൂ. സാധാരണയായി മാണിക്യങ്ങൾ ചെറിയ വലിപ്പത്തിലാണ് കാണപ്പെടാറുള്ളത്. എന്നാൽ ഇപ്പോൾ കണ്ടെത്തിയ രത്നം അതിൻ്റെ വലിപ്പം കൊണ്ടും ഭാരം കൊണ്ടും ലോകത്തെ അമ്പരപ്പിക്കുകയാണ്. മ്യാൻമറിൽ നിന്ന് ലഭിക്കുന്ന മാണിക്യങ്ങൾ അവയുടെ ആഴത്തിലുള്ള ചുവപ്പ് നിറത്തിന് പ്രശസ്തമാണ്. പുതിയ രത്നവും ഇതേ വിഭാഗത്തിൽപ്പെട്ടതാണെന്നാണ് പ്രാഥമിക നിഗമനം. ലോകത്തെ ഒന്നാമത്തെ വലിയ മാണിക്യത്തോട് കിടപിടിക്കുന്ന തൂക്കമാണ് ഇതിനുള്ളതെന്ന് പറയപ്പെടുന്നു. കൃത്യമായ ക്യാരറ്റ് അളവുകൾ അന്താരാഷ്ട്ര ലാബുകളിൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഔദ്യോഗികമായി പുറത്തുവിടുകയുള്ളൂ. മ്യാൻമറിലെ മണ്ഡല മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന മൊഗോക് എന്ന പ്രദേശം നൂറ്റാണ്ടുകളായി രത്നഖനനത്തിന് പേരുകേട്ടതാണ്. ലോകത്തിലെ 90% മാണിക്യങ്ങളും ഇവിടെ നിന്നാണ് വരുന്നത്. മലനിരകളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശത്ത് ഭൂമിശാസ്ത്രപരമായ രത്നങ്ങളുടെ രൂപീകരണത്തിന് അനുയോജ്യമായ സാഹചര്യമാണ് ഒരുങ്ങിയിരിക്കുന്നത്. പുതിയ കണ്ടെത്തലിലൂടെ ഈ പ്രദേശത്തിൻ്റെ പ്രാധാന്യം ഒരിക്കൽ കൂടി ആഗോളതലത്തിൽ ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. രത്നങ്ങളുടെ ചരിത്രമെടുത്താൽ ഓരോ വലിയ മാണിക്യത്തിനും ഓരോ കഥകൾ പറയാനുണ്ടാകും. രാജാക്കന്മാരുടെ കിരീടങ്ങളിലും പ്രശസ്തമായ മ്യൂസിയങ്ങളിലും സ്ഥാനം പിടിച്ച പല രത്നങ്ങളും മ്യാൻമറിൽ നിന്ന് പോയവയാണ്. ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ മാണിക്യം എന്ന പദവി ലഭിക്കുന്നതോടെ ഇതിന് ചരിത്രപരമായ വലിയ മൂല്യം കൂടി കൈവരികയാണ്. പ്രകൃതിദത്തമായ മാണിക്യങ്ങൾക്ക് വജ്രത്തെക്കാൾ കൂടുതൽ വില ലഭിക്കുമെന്ന സാഹചര്യവുമുണ്ട്. പ്രത്യേകിച്ച് വലുപ്പവും ഗുണമേന്മയും കൂടുമ്പോൾ ലേല വിപണിയിൽ ഇവയ്ക്ക് കോടിക്കണക്കിന് ഡോളർ വില മതിക്കും. മ്യാൻമറിനെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ടെത്തൽ അവിടുത്തെ രത്ന വ്യാപാര മേഖലയ്ക്ക് പുതിയൊരു ഉണർവ് നൽകും. എന്നാൽ നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളും ഉപരോധങ്ങളും ഈ രത്നത്തിൻ്റെ വിപണനത്തെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയേണ്ടി വരും. അത്യന്തം അപകടകരമായ സാഹചര്യങ്ങളിലാണ് മ്യാൻമറിലെ ഖനികളിൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്നത്. നൂറുകണക്കിന് അടി ആഴത്തിലുള്ള കുഴികളിൽ നിന്നും മണ്ണും പാറയും നീക്കം ചെയ്താണ് ഇത്തരമൊരു അപൂർവ നിധി അവർ കണ്ടെത്തിയത്. ഈ കണ്ടെത്തൽ കേവലം ഒരു രത്നത്തിൻ്റെ ലഭ്യത മാത്രമല്ല, ആ മണ്ണിൽ ഇനിയും കണ്ടെത്താത്ത നിധികൾ ഒളിച്ചിരിപ്പുണ്ട് എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. മ്യാൻമറിൽ കണ്ടെത്തിയ ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ മാണിക്യം പ്രകൃതിയുടെ ഒരു അത്ഭുതം തന്നെയാണ്. ഇതിൻ്റെ സംരക്ഷണം, മൂല്യനിർണ്ണയം, ലേലം എന്നിവയെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരും. വെബ് ഡെസ്ക് തത്വമൈ TV.